ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് മൈസൂർ സുവോളജിക്കൽ ഗാർഡൻ അവിടെ കുറേ നാളായിട്ട് പോകുമ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ട്രിപ്പായിട്ട് വന്നിരിക്കുകയാണ്. ഹലോ ഗൈസ്, ഇതാണ് നമുക്ക് എൻട്രൻസ്, ഉള്ളിലോട്ട് പോകാനുള്ള എൻട്രൻസ്. ഇതൊരു അണ്ടർഗ്രൗണ്ട് പാസേജാണ്. നമുക്ക് ഇതുവഴിയാണ് ഉള്ളിലോട്ട് പോകേണ്ടത്. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരുടെ തിരക്കാണ്. ഒരുപാട് പേരുണ്ട്. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് വലിയവർക്ക് 100 രൂപയും ചെറിയ കുട്ടികൾക്ക് 50 രൂപയാണ്. ഫസ്റ്റ് ബേർഡ്സിൻ്റെ ഒരു സെക്ഷനാണ്. പല തരത്തിലുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടിട്ടുള്ളതുമായ ഒരുപാട് ബേർഡ്സിന് നമുക്കിവിടെ കാണാൻ പറ്റും. അടിപൊളിയാണ് ഗൈസ്. പിന്നെ നമുക്ക് ഫോട്ടോ സെക്ഷനായിട്ടുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ബേർഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ മൃഗങ്ങളുടെ സെക്ഷനാണ്. പുലി, സിംഹം, ചിമ്പൻസി, ഗൊറില്ല, അങ്ങനെ കുറേ ആനിമൽസിൻ്റെ, അതുപോലെ പല തരത്തിലുള്ള കുരങ്ങന്മാർ, പല വെറൈറ്റി ആയിട്ടുള്ള കുരങ്ങന്മാർ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. വാ മോനെ പുറത്തോട്ട് വാ മോനെ. എന്നെ കണ്ണാരാത്തവരുണ്ട്, വായോ ഇതിനെ എവിടെന്നാ കിട്ടിയത്? പ്ലീസ് ഡോണ്ട് ടച്ച് ദ ഗ്ലാസ്. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഞാനും ആദ്യമായിട്ടാ കാണുന്നത്. വരുന്ന അമ്മ കാറിലേ ശരി. ചെറുതാണ്. ഗൈസ്, ഇത് യമു ആണ്. യമു നമ്മളെ ലിയോ സിനിമയിൽ വിജയ് ഫൈറ്റ് ചെയ്യുന്ന ഒരു മൃഗമില്ലേ, അതാണിത്. എടുക്കൂ. അവിടെ ഇതൊരു സെക്ഷനാണ് ഗൈസ്. ഇതിവിടെ രാത്രി കാലങ്ങളിൽ കാണുന്ന മൃഗങ്ങളാണ് ഉള്ളത്. മൃഗങ്ങൾ, മുള്ളംപന്നി, അങ്ങനത്തെ കുറച്ച് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള മൃഗങ്ങൾ. പിന്നെ ഗൈസ്, അവിടെ നമുക്ക് ഐസ്ക്രീം കുടിക്കാനുള്ള ഒരു സെക്ഷൻ ഉണ്ട് ഗൈസ്. ഐസ്ക്രീം, വെള്ളം, അങ്ങനത്തെ കുറേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ഇരട്ടി വിലയാണ് ഗൈസ്, പൈസ കരുതി ഇവിടെ പോവാൻ.
ഗൈസ് ഇനിയുള്ളത് പാമ്പിന്റെ സെക്ഷനാണ് ഗൈസ്. ചെറുത് തൊട്ട് വലുത് വരെയുള്ള ഒരുപാട് നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന പാമ്പുകളും അല്ലാതെ അനോക്കോണ്ടൊക്കെ ഉണ്ട്. കിങ് കോബ്ര ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിന്റെ പത്തി എന്താ അങ്ങനെ പൊന്തി കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കോ കാണണമെങ്കിൽ. ഇതേതെന്താ സാധനം? ഇതേത് പമ്പ്? പെരുമ്പാമ്പോ? പൈത്തൻ. പച്ചിലപ്പാമ്പ് അവിടെ. പപ്പേന്റെ ഫോണിൽ എന്തൊരു ക്ലാരിറ്റിയാ. ഇറങ്ങി വേണം പറക്കൂന്ന് നോക്കട്ടെ. പറക്കൂല, ഗ്ലൈഡ് ഒരു മയക്കം. കണ്ണിരിക്കുന്ന കണ്ടോ? പിന്നെ ഉള്ളത് ഗൈസ് ഇത് ആമകളാണ്. ചെറുതും വലുതുമായിട്ടുള്ള കുറേ ടൈപ്പിലുള്ള ആമകൾ, മുതലയുടെ ഫോട്ടോ ഒന്നും ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല ഗൈസ്. പിന്നെ ഏറ്റവും അവസാനമാണ് നമ്മുടെ ജിറാഫ്. എന്ത് പൊക്കമുള്ള വലിയ ജിറാഫൊക്കെ ഉണ്ടെന്ന് അറിയാം. നമുക്കിവിടെ ഹൈറ്റ് നോക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു എന്താ പറയുക അളവിന്റെ ഒരു വെച്ചിട്ടുണ്ട് അവർ. നമ്മുടെ ഹൈറ്റ് ഒക്കെ നോക്കാൻ എന്ത് വലിപ്പമുള്ളതാ നോക്കിയ ഗൈസ്. അടിപൊളിയാണ്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും പോകണം കേട്ടോ. മൈസൂർ സുവോളജിക്കൽ ഗാർഡനിൽ അടിപൊളിയാണ്. നമ്മൾ പൈസ മിസ്സാവത്തേ ഇല്ല. അത്രയ്ക്ക് കാണാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. ഓക്കെ ബൈ. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങളും അതുപോലെ എൻജോയ് ചെയ്യണേ.